നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്ന്. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 5 നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ അവസാനിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ജനങ്ങൾ അവരുടെ ജനഹിതം EVM-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മെയ് 4 കൗണ്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് പറയാൻ കഴിയും. പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും അസാമിലും നടന്ന ഇലക്ഷൻ്റെ ഒരു ഏകദേശ ധാരണ ആൾക്കാർക്കുണ്ട്. അത് കേരളത്തിൽ UDF-ന് മേൽക്കൈമയുണ്ടെന്ന് പൊതുവെ CPM പോലും അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ആസാമിൽ ടച്ച് ആൻഡ് ഗോ, അതായത് BJP തോൽക്കാനും സാധ്യതയുണ്ട്, ജയിക്കുവാണെങ്കിൽ തന്നെ ഒരു നാരോ മാർജിനിലായിരിക്കും എന്ന് ഒരു ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ബംഗാളിൽ എന്തൊക്കെ പറഞ്ഞാലും മമതാ ബാനർജി എന്ന കടമ്പ കടക്കാൻ BJPക്ക് വളരെ ദുഷ്കരമായിരിക്കും എന്നാണ് ഇതുവരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത്. പിന്നുള്ളത് തമിഴ്നാട്ടിൽ പൊതുവെ എല്ലാവരും കരുതുന്നത് തമിഴ്നാട്ടിൽ DMKക്ക്, അതായത് ഞാൻ പിണറായിയുടെ ഒരു പോൾ ഓഫ് പോൾസ് സർവേ കണ്ടു. അതിലെല്ലാവരും DMK സഖ്യത്തിന് മെജോറിറ്റി കൊടുക്കുകയാണ്. എല്ലാ പോൾസും, ഇതുവരെ നടന്ന എല്ലാ ഒപ്പീനിയൻ പോൾസും. അപ്പം ഇത് കാണിക്കുന്നത് BJPക്ക് 5, പുതുച്ചേരിയിലും അതുപോലെ തന്നെ കോൺഗ്രസ്, DMK അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനാണ് പറയേണ്ടത്. അതിൽ 5-ൽ 4 BJP തോൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ ഇന്ത്യ ബ്ലോക്കിൻ്റെ കഴിഞ്ഞ ഡീലിമിറ്റേഷൻ ബിൽ, വുമൻസ് ബില്ലെന്ന് പോലും ഞാൻ പറയത്തില്ല, ഡീലിമിറ്റേഷൻ ബിൽ തോറ്റതിൽ പിന്നെ പാർലമെൻറ്റിൽ കമ്പൈൻഡ് ഓപ്പോസിഷൻ എന്ന ഇന്ത്യ ബ്ലോക്ക് അത്ര ലൂസാണെങ്കിലും അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഇനി BJPക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ബില്ല് ഇന്നത്തെ സിറ്റുവേഷനിൽ ലോക്സഭയിൽ സാധ്യമല്ലെങ്കിൽ രാജ്യസഭയിലെ അവരെന്തൊക്കെ ചെയ്താലും ലോക്സഭ പാസ്സാക്കി നിയമമാകില്ല. അതായത് BJPക്ക് അവരുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ മേൽക്കോയ്മയെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഒപ്പോസിഷൻ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് രീതിയിലെ ഒരു വിലയിരുത്തൽ. ചിദംബരം അതിനെപ്പറ്റി ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്നു. ഇതിന് BJPക്ക് 2 ഓപ്ഷനാണ്. ഒന്ന്, അവർ അഗ്രസീവായിട്ട് പഞ്ചാബും UPയും അവരുടെ അഗ്രസീവ് ഹിന്ദുത്വ അജണ്ട വെച്ച് പിടിക്കാൻ നോക്കുക. മറ്റൊന്ന്, അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ 10, 15 വർഷം, 12 വർഷം ആകുമ്പോൾ ഒരു ആന്റി ഇൻകംബൻസി നാച്ചുറലാണ്, അതിന് അടിമപ്പെടുക. ഇത് രണ്ടും അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? BJPയെ പോലെ മോദി, ഷാ, താങ്കൾ പറയുന്നത് ദോവാൽ, ആ ട്രയം അങ്ങനെ പരാജയങ്ങളെ അങ്ങനെ സൗമ്യമായി എടുക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ടത് ഒരു അഗ്രസീവ് BJP ഹിന്ദുത്വ മുഖമാണ് വരുന്ന ദിനങ്ങളിൽ എന്നല്ലേ സാർ തോന്നുന്നത്? ചെറിയാൻ പറഞ്ഞ ഒരു വിലയിരുത്തൽ ശരിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പോണ്ടിച്ചേരിയും മാഹിയും നമുക്ക് മാറ്റിവെച്ചാലും 2 പ്രധാനപ്പെട്ട തെക്കൻ സംസ്ഥാനത്തും 2 വളരെ പ്രധാനപ്പെട്ട അതിർത്തി സംസ്ഥാനങ്ങളായ ബംഗാളിലും ആസാമിലും ഉള്ള ഈ തെരഞ്ഞെടുപ്പ് BJP അവർ ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വരുന്നത് എത്ര അവരുടെ ആത്മവീര്യം എങ്ങനെയായിരിക്കും ഇതിന് ശേഷം എന്നുള്ളത് നമ്മളുടെ ഭാവി നിർണ്ണയിക്കും, സംശയമില്ല. കാരണം ഞാൻ പറയുന്നത് 4 സംസ്ഥാനങ്ങളാണെങ്കിലും ഈ 4 സംസ്ഥാനങ്ങൾക്കും RSS ഹിന്ദു രാഷ്ട്രവാദത്തിലെ ഒരു പ്രധാന പങ്ക് ഈ ഘട്ടത്തിലുണ്ട്. ഒന്ന്, ബംഗാൾ, ആസാം അതിർത്തി സംസ്ഥാനങ്ങൾ, 2ഇടത്തും മുസ്ലിം ന്യൂനപക്ഷങ്ങളും അവർ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായി അവതരിപ്പിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ സ്ഥലവുമായ 2 സംസ്ഥാനങ്ങൾ, മുസ്ലിം മിയ ഇവരുടെ സംസ്ഥാനങ്ങൾ. 2 അവരുടെ ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ സംസ്കാരത്തിന് ഇനിയും വേരുറപ്പിക്കാൻ കഴിയാത്ത തമിഴ്നാടും കേരളവും.
അത് ഒരു വലിയ അർത്ഥത്തിൽ കേരളത്തിൽ അവർ സാധിച്ചിട്ടുണ്ട് സാംസ്കാരികമായി. എങ്കിൽ രാഷ്ട്രീയമായി അവരുടെ RSSന്റെ ഹിന്ദുത്വ സംസ്കാരം അതിന്റെ വളർച്ചയ്ക്ക് അനുഗുണമായ തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലും ശതമാനത്തിലുണ്ടെങ്കിലും അധികാര രാഷ്ട്രീയത്തിൽ എത്തിപ്പിടിക്കാൻ കേരളത്തെ പോലെ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മധ്യപ്രദേശിനേക്കാളും ഗുജറാത്തിനേക്കാട്ടിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം അവരുടെ നമ്മൾ കാണുന്നതിലപ്പുറം ഇപ്പൊ മലയാളികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ നേതാക്കന്മാർ, കേരളത്തിലെ ഉപജാപങ്ങൾ, ഇതിലാണ് അവരുടെ അധിക ശ്രദ്ധയും നിൽക്കുന്നത്. പക്ഷെ RSS അങ്ങനെയല്ല. RSS എപ്പോഴും അഖണ്ഡ ഭാരതം എന്ന അവരുടെ പദ്ധതി നടപ്പാക്കാനുള്ള ഓരോ പരിപാടികളുമായി അവർ കൃത്യമായി, അതിൽ കേരളവും വിടുന്നില്ല, അവർ തമിഴ്നാടും വിടുന്നില്ല, ആസാമും ബംഗാളും ഒട്ടും വിടുന്നില്ല. പിന്നെ ബംഗാളിനും ആസാമിനും ഒരു വലിയ ചരിത്രമുണ്ട്. ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ വലിയ ചരിത്രമുള്ള സ്ഥലങ്ങളാണ്. വലിയ കൂട്ടക്കൊലകളുടെയും നമ്മളത് വളരെ നെഹ്റുവിന്റെയും അതിന് തുടർന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ മറക്കാൻ തുടങ്ങിയിരുന്ന വിഭജന രാഷ്ട്രീയം, ഇന്ത്യയിലെ വിഭജനത്തിന്റെ തുടക്കം തന്നെ ആദ്യത്തെ ബംഗാൾ പാർട്ടീഷൻ ആണല്ലോ. അപ്പൊ ചരിത്രപരമായും RSSന് ഈ ബംഗാൾ ഈ പറയുന്ന ഈസ്റ്റേൺ കിഴക്കൻ പ്രദേശങ്ങൾ വിജയിക്കേണ്ടതുണ്ട്. നാഗാലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങൾ അവർ വിജയിച്ചു കഴിഞ്ഞു. അവിടെ പട്ടാളത്തെയൊക്കെ കാശ്മീരിലെ പോലെ അവിടെ പട്ടാളമാണ് പലപ്പോഴും ഭരിക്കുന്നത്. മണിപ്പൂർ കത്തുമ്പോഴും അവർക്ക് വലിയ പ്രശ്നമില്ല. കാരണം അവരുടെ പട്ടാള ഭരണമാണ് വളരെ കാലമായി ഇത് അവർ വരുന്നതിന് മുൻപും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് താങ്കൾ പറഞ്ഞതുപോലെ വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നമ്മൾ കാണുന്നതിലും വളരെ നിർണായകമാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാവി തുലാസിൽ തൂങ്ങുകയാണ്. ഇത് പറയേണ്ടി വരുന്നത് എത്രയോ കാലമായി പറയുന്നു. ഇത് പറയേണ്ടി വരുന്നത് ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന സമ്മതിദാന അവകാശത്തിന്റെ വില എത്രയാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. താങ്കൾ പറയുന്നത് പോലെ വളരെ ഇത് തൊട്ട് മുൻപ് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്ത എങ്ങനെയാണ് BJPക്ക് ജയിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനെയും അതിന്റെ ലോക്സഭാ മണ്ഡലങ്ങളെയും മാറ്റിയെടുക്കേണ്ടത് എന്നതിന്റെ ഒരു കുതന്ത്രം നമ്മൾ പരസ്യമായി കണ്ടു. അത് കഴിഞ്ഞ് അതിന്റെ നിഴലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ SIR കണ്ടു, അതിന്റെ നിഴലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കുന്ന CAA കണ്ടു. കാശ്മീരിനെ ഇന്ത്യക്ക് പൂർണ്ണമായി വിധേയമാക്കുന്ന നിയമനിർമ്മാണം കണ്ടു. മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിച്ച് അത് സർക്കാർ ചിലവിൽ അതിന്റെ ആരാധന കണ്ടു. നിരവധി മുസ്ലിങ്ങളും പ്രതിഷേധിക്കുന്ന യുവാക്കളും ജയിലിൽ ആണ്. രാഷ്ട്രീയ തടവുകാരുടെ എണ്ണം ലോകത്തെവിടെയുള്ളതിനേക്കാൾ ഇന്ന് ഇന്ത്യയിൽ കൂടുതലാണ്. UAPA തുടങ്ങിയ നിയമങ്ങൾ നിരവധി പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി താങ്കൾ ഈ പറയുന്ന അപകടത്തിന്റെ സൂചന പറയാം. ഈ നടക്കാൻ പോവുകയാണ് ഗുജറാത്ത്. ഇത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഗുജറാത്തിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മതിയെന്ന് RSSും BJPയും തീരുമാനിച്ച് 700 മണ്ഡലങ്ങളിൽ ഏക സ്ഥാനാർത്ഥി BJP ആക്കി കഴിഞ്ഞു. ഇത് മലയാളികൾക്ക് അറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മലയാളത്തിലെ പത്രങ്ങളിൽ ഏതെങ്കിലും മൂലയ്ക്കെങ്കിലും ഇത് ഇന്ത്യയിലാണ് നടക്കുന്നത് എന്ന് മലയാളികളോട് ചാനലുകാരും ഒക്കെ പറയേണ്ടതാണ്. അവർ ഇന്ത്യയുടെ പൗരത്വം ഉള്ളിടത്തോളം കാലം മലയാളി ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഇതാണ് നടക്കുന്നത്. 57 മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കമുള്ളിടത്ത് 700 എണ്ണം BJPക്കാർ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ അറിയാൻ കഴിഞ്ഞ ലോക്സഭ സൂറത്ത് എങ്ങനെയാണ് അവർ നേടിയത് ഓർമ്മയില്ലേ? സൂറത്ത് എങ്ങനെയാണ് നേടിയത്? എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഓടിച്ച് ജയിച്ചു. അപ്പൊ അങ്ങനെ ഒരു മാർഗവും ഇനിയുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇനി ബാലറ്റ് പേപ്പറിൽ കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ബാലറ്റ് പേപ്പറിലാക്കിയാൽ
ഇവരാണ് എണ്ണുന്നത്. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ, ഒരു പാവ ഇലക്ഷൻ കമ്മീഷനാണ്. ബാലറ്റ് പേപ്പർ എണ്ണിയാൽ പോലും ജയിക്കുന്നത് BJP ആയിരിക്കുമെന്ന് നമുക്കിന്ന് വ്യക്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ഒരു കാര്യം കൂടി. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഈ നമ്മളുടെ ഈ ഫലം സ്വാധീനിക്കാൻ പോകുന്നത്. അത് തന്നെ. മാത്രമല്ല, താങ്കൾ മുസ്ലിം മൈനോറിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മുസ്ലിം കോറിഡോർ എന്ന് പറയുന്നത് ആസാം, ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശാണ് മെയിൻ. അതായത് അവര് മുസ്ലിങ്ങൾക്ക് 20% കൂടുതലുള്ളത് ഏകദേശം 95 സീറ്റുകളുണ്ട്. അതിൽ ഒരു 75 ഈ കോറിഡോറിലാണ്. അവിടെ ബംഗാളിലും അസാമിലും BJP വരുവാണെങ്കിൽ, അതായത് മുസ്ലിം ബെൽറ്റ്, ഇന്ത്യയുടെ മുസ്ലിം കോറിഡോർ അവർ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ, അതായത് ഈ ഇന്ത്യൻ മൈനോറിറ്റി എന്ന് പറയുന്ന ആൾക്കാരെ അവർ പൊളിറ്റിക്കലി നിഷ്പ്രഭമാക്കണം. ഇപ്പം തന്നെ BJP ഒരു മുസ്ലിമിനും നോമിനേറ്റ് ചെയ്യാറില്ല അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ. വല്ലപ്പോഴും ആരെങ്കിലും 1 or 2 രാജ്യസഭയിൽ കൊണ്ടുവന്നെങ്കിലായി ഒരു മരുന്നിന് വേണ്ടി എന്ന് പറയത്തില്ലേ മലയാളത്തിൽ, അതാണ്. അപ്പോൾ അത് കാണിക്കുന്നത്, അത് അവരുടെ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അവരുടെ വഴി അവർ ശരിക്കും വെട്ടി തെളിക്കുകയാണ്. അത് ഈ നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാര്യമായിട്ട് ഇരിക്കട്ടെ, പക്ഷെ ഈ ആസാമിലെയും ബംഗാളിലെയും ജനവിധി അവർക്ക് അനുകൂലമാണെങ്കിൽ, അതായത് പിന്നെ മാത്രമല്ല ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ അവർ ഏകദേശം സൗത്ത് ഒഴിച്ച്, പിന്നെ ഹിമാചൽ എന്ന് പറയുന്ന ഇട്ടാവട്ടവും കാശ്മീരും എന്ന ഇട്ടാവട്ടവും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി അവർ ഏത് നിമിഷവും ഇപ്പോൾ താഴെയിടാം പ്രസിഡന്റുകൾ പ്രഖ്യാപിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലി BJP ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും. അതാണ് ഇത് വളരെ ക്രൂഷ്യൽ ആകുന്നത്, ബംഗാളിന്റെയും അസാമിന്റെയും വിധികൾ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ ജനാധിപത്യം തുലാസിൽ തൂങ്ങുകയാണ്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ വേറെ ഒരു അപകടം കൂടി ഞാൻ കാണുന്നുണ്ട്. ഇനി എല്ലാ ഇത്തരത്തിലുള്ള SIR-ഉം ഗണേഷ് കുമാറിന്റെ സേവനവും എല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങൾ അവരെ തോൽപ്പിക്കുകയാണെങ്കിലോ, അതും സംഭവിക്കുന്നുണ്ട്. നമ്മൾ നേരിടുന്ന ഒരു പ്രധാന ചോദ്യം, ഞാനിപ്പോ പലയിടത്തും പോകുമ്പോൾ ഞാൻ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന ചോദ്യം, അത് നമ്മൾ ചെറിയാനും ഞാനും ഒക്കെ മറുപടി പറയേണ്ട ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത്ര വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ജയിക്കുന്നുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ. നിങ്ങൾ കർണാടകയിൽ ജയിച്ചല്ലോ, നിങ്ങൾ തമിഴ്നാട്ടിൽ ജയിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തെലങ്കാനയിൽ ജയിക്കുന്നുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾക്ക് പരാതിയില്ലേ എന്ന ഒരു ന്യായം പുറത്തുനിന്ന് കേട്ടാൽ ന്യായമായിട്ടുള്ള ഒരു ചോദ്യം. സ്ഥലങ്ങളിൽ നിങ്ങൾ ജയിച്ചില്ലേ, ബീഹാറിൽ 30 സീറ്റ് കിട്ടിയില്ലേ, അപ്പൊ അവിടെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇത് വളരെ യുക്തി ഉണ്ടെന്നുള്ള മട്ടിൽ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി RSS ഭരണകൂടം നിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നുണയാണ്. അത് നിരവധി ഗവേഷണങ്ങളുടെ ഫലമായി നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന ഒരു അറിവ്, ഒരു കൃത്യമായ പ്രപ്പോർഷനിൽ ജയിക്കേണ്ട സ്ഥലങ്ങളിൽ ജയിപ്പിക്കാനും തോറ്റുകൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തത് തോറ്റുകൊടുക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു കൃത്രിമ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിൽ ഒരുക്കിയിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പലതവണ ഇന്ത്യൻ ജനതയോട് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ആ യുക്തി ഇനിയും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചിലയിടത്ത് ജയിക്കും, നിങ്ങൾ ഒരു പക്ഷേ മമത ജയിച്ചേക്കും,